ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് സമാപനം. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. മറ്റ് ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതം. തെരഞ്ഞെടുപ്പ് റാലികളുമായി പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാക്കളും. രാമനവമിയോടനുബന്ധിച്ച് അയോധ്യയിൽ വിപുലമായ ആഘോഷ പരിപാടികൾ. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം. ടോസ് നേടിയ ഡൽഹിക്ക് ബൌളിംഗ്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 1ാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശത്തോടെ സമാപനമായി. പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിച്ചു. 17 സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ് ഉൾപ്പെടെ 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും രാജസ്ഥാനിൽ 12ഇടത്തും ഉത്തർപ്രദേശിലെ 8ഉം മധ്യപ്രദേശിലെ 6 സീറ്റുകളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. മഹാരാഷ്ട്രയിലെയും ഉത്തരാഖണ്ഡിലെയും അസമിലെയും 5 സീറ്റുകളിലും വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭാ തിരഞ്ഞെടുപ്പും വെള്ളിയാഴ്ചയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. 9 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 96 ലോക്സഭാ സീറ്റുകളിലേക്കാണ് 4ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ 25 സീറ്റുകൾ, തെലങ്കാനയിലെ 17 സീറ്റുകൾ, ഉത്തർപ്രദേശിൽ 13, മഹാരാഷ്ട്രയിൽ 11, മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ 8 വീതം സീറ്റുകൾ, ബീഹാറിൽ 5, ജാർഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ 4, ജമ്മു കശ്മീരിലെ 1 സീറ്റിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മാസം 25 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. വോട്ടെടുപ്പ് മെയ് 13 നടക്കും. എല്ലാ സർക്കാർ പദ്ധതികളുടെയും ആനുകൂല്യങ്ങൾ ഒരു വിവേചനവുമില്ലാതെ എല്ലാവർക്കും ലഭിക്കുന്നുണ്ടെന്നും പാവപ്പെട്ടവർക്ക് സൗജന്യ ഭക്ഷ്യധാന്യത്തിനു പുറമെ അടുത്ത 5 വർഷത്തിനുള്ളിൽ 3 കോടി പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും BJPയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി. 5 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ 70 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും പരിരക്ഷ നൽകുമെന്ന് BJPയുടെ സങ്കല്പ് പത്ര വാഗ്ദാനം ചെയ്യുന്നതായി അസമിലെ നാൽബാരിയിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. മെയ് 7-ന് 3ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ബാർപേട്ട പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലാണ് നാൽബാരി. ത്രിപുരയിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ INDI സഖ്യത്തിനെതിരെ രൂക്ഷ വിമർശനം നടത്തി BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി. കേരളത്തിൽ 2 പാർട്ടികളും കടുത്ത ശത്രുതയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. അഗർത്തലയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉത്തർപ്രദേശിലെ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ടതിന് ശേഷം കോൺഗ്രസ് നേതാവ് തന്റെ അഭിമാനം രക്ഷിക്കാനാണ് കേരളത്തിലേക്ക് പോയതെന്ന് രാഹുൽ ഗാന്ധിയുടെ പേരെടുത്ത് പറയാതെ മോദി പറഞ്ഞു. മുതിർന്ന BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് കാസർഗോഡും വടകരയിലും നടന്ന തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കർണാടകയിലെ മാണ്ഡ്യയിൽ പൊതുയോഗത്തിൽ സംബന്ധിച്ചു. INDI സഖ്യം അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായവും കർഷകർക്ക് ആനുകൂല്യങ്ങളും നൽകുമെന്ന് പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പ് ബോണ്ട് കള്ളത്തരമാണെന്നും ശ്രീ രാഹുൽ പറഞ്ഞു. ബംഗളൂരുവിൽ ബംഗളൂരു നോർത്ത് മണ്ഡലം BJP സ്ഥാനാർത്ഥിയും BJP നേതാവുമായ ശോഭ കരന്തലജെ പത്രസമ്മേളനം നടത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ സംയുക്ത പത്രസമ്മേളനം നടത്തി. ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കാൻ INDI സഖ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ജാതി സെൻസസ് അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ രാഷ്ട്രീയത്തിന് പുതിയ ദിശ കാട്ടുമെന്ന് ശ്രീ അഖിലേഷ് യാദവ് പറഞ്ഞു. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ റോഡ് ഷോ നടത്തി. രാജ്യം സത്യത്തെയാണ്, അധികാരത്തെയല്ല ആരാധിക്കുന്നതെന്ന് റോഡ് ഷോയിൽ അവർ പറഞ്ഞു. ഏപ്രിൽ 19-ന് 1ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലമാണ് സഹാറൻപൂർ. രാജ്യത്തെ സംബന്ധിച്ച് നിർണായക തിരഞ്ഞെടുപ്പാണ് 2024-ലേതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. വടകരയിൽ LDF തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ വൈവിധ്യങ്ങളുടെ രാജ്യമാണെന്നും അത് നിലനിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന X ഹാൻഡിലും സന്ദർശിക്കാം.
വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം. തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം തിരികൊളുത്തുക. പിന്നാലെ പാറമേക്കാവും ആകാശപൂരത്തിന് തിരികൊളുത്തും. നാളെ തൃശൂർ പൂരത്തിന്റെ പ്രധാന ചടങ്ങായ നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നു വരുന്നതോടെ പൂരത്തിന് വിളംബരമാകും. വെള്ളിയാഴ്ചയാണ് തൃശൂർ പൂരം. രാജ്യം ഇന്ന് രാമനവമി ആഘോഷിക്കുന്നു. രാമനവമിയോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിവിധ ആഘോഷങ്ങളാണ് നടക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാമക്ഷേത്രം യാഥാർത്ഥ്യമായ ശേഷമുള്ള ആദ്യ ശ്രീരാമ ജന്മോത്സവമാണിത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒരു റിപ്പോർട്ട്. ഉത്സവത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 12:16 ശ്രീരാമ വിഗ്രഹത്തിൽ സൂര്യതിലകം ചാർത്തൽ നടന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ രാമനവമി ആശംസകൾ നേർന്നു. പശ്ചിമ ബംഗാളിലെ വിവിധ ഭാഗങ്ങളിൽ രാമനവമി ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ മത സംഘടനകളുടെ നേതൃത്വത്തിൽ പൂജകളും ഘോഷയാത്രകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി മമതാ ബാനർജി സംസ്ഥാനത്തെ ജനങ്ങൾക്ക് രാമനവമി ആശംസകൾ നേർന്നു. ശ്രീരാമനവമിയോടനുബന്ധിച്ച് തെലങ്കാനയിലെ ഭദ്രാചലം പട്ടണത്തിലുള്ള സീതാരാമചന്ദ്രസ്വാമി ക്ഷേത്രത്തിൽ ആചാരപരമായ ആഘോഷ പരിപാടികൾ നടന്നു. സമീപത്തെ മിതാലി മൈതാനത്ത് സംഘടിപ്പിച്ച ആഘോഷത്തിൽ തെലങ്കാനയിലെയും ആന്ധ്രാപ്രദേശിലും നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്തു. രാമനവമിയോടനുബന്ധിച്ച് ഹൈദരാബാദിൽ ശോഭായാത്രയും സംഘടിപ്പിച്ചു. കേരളത്തിലും ശ്രീരാമനവമി ആഘോഷങ്ങൾ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പടിഞ്ഞാറും രാജ്യത്തെ വടക്ക് കിഴക്കൻ സംസ്കാരവും തമ്മിലുള്ള സാംസ്കാരിക സമന്വയത്തിന്റെ ഭാഗമായ മാധവഗഡ് മേളയ്ക്ക് ഇന്ന് ഗുജറാത്തിൽ തുടക്കം. പോർബന്ദറിലെ മാധവപൂർ ഗ്രാമത്തിലാണ് മേള. ശ്രീകൃഷ്ണ ഭഗവാൻ വടക്ക് കിഴക്കൻ ഭാഗത്തെ രുക്മിണിജി റാണിയെ വിവാഹം കഴിച്ചതിന്റെ സ്മരണ പുതുക്കലാണ് മേളയിലൂടെ ലക്ഷ്യമിടുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ 100-ൽ പരം കലാകാരന്മാരും കൈത്തൊഴിലുകാരും തങ്ങളുടെ വൈദഗ്ധ്യം മേളയിൽ പ്രദർശിപ്പിക്കും. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്ത് ED. മുഖ്യമന്ത്രിയുടെ മകൾ T വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് ചോദ്യം ചെയ്യൽ. കർത്തയുടെ വീട്ടിൽ നിന്ന് ED സംഘം രേഖകൾ കസ്റ്റഡിയിലെടുത്തു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് 2 പ്രാവശ്യം നോട്ടീസ് നൽകിയിട്ടും ശശിധരൻ കർത്ത EDക്ക് മുന്നിൽ ഹാജരായിരുന്നില്ല. ഗുജറാത്തിലെ അഹമ്മദാബാദ് വഡോദര ഹൈവേയിൽ നദിയാദിന് സമീപം ഇന്നുണ്ടായ വാഹനാപകടത്തിൽ 10 പേരെങ്കിലും മരിച്ചതായി റിപ്പോർട്ട്. അഹമ്മദാബാദ് വഡോദര ഹൈവേയിൽ നദിയാദിന് സമീപം അമിത വേഗതയിൽ വന്ന കാർ നിർത്തിയിട്ടിരുന്ന ടാങ്കറിലിടിച്ചാണ് അപകടമുണ്ടായത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 8 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ഖേഡ ജില്ലാ പോലീസ് സൂപ്രണ്ട് പറഞ്ഞു. പരിക്കേറ്റവരെ നദിയാട് സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേർ ചികിത്സയ്ക്കിടെ മരണത്തിന് കീഴടങ്ങി. വഡോദരയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോവുകയായിരുന്നു കാർ എന്നാണ് പ്രാഥമിക വിവരം. ജമ്മു കശ്മീരിൽ പൂഞ്ച് ജില്ലയിലെ മെൻധാർ സബ് ഡിവിഷനിൽ പോലീസും CRPFും സൈന്യവും തീവ്രവാദികളുടെ ഒളിത്താവളം തകർത്ത് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു. തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഉസ്ബെക്കിസ്ഥാനിലെ അക്കാദമി ഓഫ് ആംഡ് ഫോഴ്സസിൽ ഹൈടെക് IT ലബോറട്ടറി കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സഹായത്തോടെയാണ് ലാബ് സ്ഥാപിച്ചത്. 2018 സെപ്റ്റംബറിൽ നടന്ന പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ IT ലബോറട്ടറി നിർമ്മിക്കാൻ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും നടത്തിയ ധാരണയ്ക്ക് അനുസൃതമായാണ് വികസനം. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ ഗോദാവരി നദിയിൽ നിന്ന് ചെളി നീക്കം ചെയ്യുന്ന പ്രക്രിയ പുരോഗമിക്കുന്നു. ഇത് 2 മാസത്തേക്ക് കൂടി തുടരും. ഇതോടെ പ്രതിദിനം 30 ലക്ഷം ലിറ്റർ ജലശേഷി നദിയിൽ വർദ്ധിക്കും. അവസാനം നദിയുടെ ജലസംഭരണ ശേഷി 100 കോടി ലിറ്റർ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നാസിക് കളക്ടർ പറഞ്ഞു. UAEയിൽ കനത്ത മഴ. സാധാരണ 1 വർഷം ലഭിക്കുന്നതിലധികം മഴയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി UAEയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ചില പ്രദേശങ്ങളിൽ 200 മില്ലിമീറ്ററിലധികം മഴ ലഭിച്ചിട്ടുണ്ട്. ഇത് രാജ്യത്തിന്റെ ശരാശരി വാർഷിക മഴയുടെ ഇരട്ടിയാണ്. ഉക്രൈനിൽ ഇന്ന് നടന്ന റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 14 പേർ കൊല്ലപ്പെട്ടു. 60-ലധികം പേർക്ക് പരിക്കേറ്റു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുത്തു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ മത്സരം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 1ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് സമാപനം. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. മറ്റ് ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതം. തെരഞ്ഞെടുപ്പ് റാലികളുമായി പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാക്കളും. രാമനവമിയോടനുബന്ധിച്ച് അയോധ്യയിൽ വിപുലമായ ആഘോഷ പരിപാടികൾ. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് അല്പസമയത്തിനകം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം. ടോസ് നേടിയ ഡൽഹിക്ക് ബൌളിംഗ്. മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 8:35.